ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തിയ അഭിമാനകരമായ നാളുകളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3 ചരിത്രം എഴുതിയതിന് പിന്നാലെ സൗര ഗവേഷണത്തിൽ കൂടി ഇന്ത്യ നിർണായക കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇന്നോളം ആർക്കും ഗവേഷണ ദൗത്യം അയക്കാൻ സാധിക്കാതിരുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് വഴി ചാന്ദ്രയാൻ 3 പുതിയ ഗവേഷണങ്ങളിലേക്ക് വാതായനം തുറന്നിട്ടു കഴിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കാലത്ത് ബഹിരാകാശ രംഗത്തെ അതികായരായ റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ ഇന്ത്യയുടെ കുതിപ്പ് നോക്കി നിൽക്കുവാനേ സാധിക്കുന്നുള്ളൂ. പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ ISRO. ഈ നേട്ടങ്ങളിലേക്ക് രാജ്യം കുതിച്ചത് ഒറ്റ സുപ്രഭാതത്തിലല്ല. മിടുക്കരായ നിരവധി ശാസ്ത്രജ്ഞരുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമവും കഠിനാധ്വാനവും ഇച്ഛാശക്തിയുള്ള നേതൃത്വവും ചേർന്നപ്പോൾ ബഹിരാകാശം ഇന്ത്യയിലേക്ക് ചുരുങ്ങി എന്ന് വേണം പറയാൻ. ബഹിരാകാശ രംഗത്തെ മുടിചൂടാമന്നന്മാർ എന്ന് അവകാശപ്പെട്ടിരുന്ന ചൈനയ്ക്കും ഇന്ത്യയുടെ ദൗത്യങ്ങൾ തീണ്ടാപ്പാടകലെത്തിയിരിക്കുകയാണ്. ദൗത്യങ്ങളുടെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കാവുന്ന ആദിത്യ L1 പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാകുന്നതോടെ പ്രപഞ്ച രഹസ്യങ്ങളുടെ പതാകവാഹകരായി ഇന്ത്യ മാറാനൊരുങ്ങുകയാണ്. സൂര്യനെ കുറിച്ചുള്ള പഠനം പ്രസക്തമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് സൂര്യനാണ് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമെന്ന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാം. ഭൂമി വാസയോഗ്യമായ ഇടമാകുന്നതിന്റെ അടിസ്ഥാനം സൂര്യനുമായുള്ള നിശ്ചിത അകലമാണ്. സൂര്യനെ പഠിക്കുന്നതിലൂടെ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും മറ്റു പല താരാപഥങ്ങളിലെയും നക്ഷത്രങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാൻ സാധിക്കും. പലതരത്തിലുള്ള സ്ഫോടനാത്മകമായ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതിലൂടെയാണ് സൂര്യൻ പുറത്തേക്ക് ഊർജം പ്രവഹിപ്പിക്കുന്നത്. ഇവയെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്കുള്ള വാതായനമായിരിക്കും ആദിത്യ L1. 7 പേലോഡുകളാണ് പേടകത്തിലുള്ളത്. ഇവ 7ഉം രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ISROയുടെ വിവിധ കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെയാണ് ഇവ വികസിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേലോഡായ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് തയ്യാറാക്കിയത് പൂനെ ആസ്ഥാനമായ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പേലോഡ് പിറവികൊണ്ടത് എന്നത് കേരളത്തിനും അഭിമാനകരമാണ്. ISRO അതിന്റെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ശുക്രനിലേക്കുള്ള ദൗത്യത്തിനു വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ചെയർമാൻ S. സോമനാഥ് വ്യക്തമാക്കി കഴിഞ്ഞു. ശുക്രനിൽ ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നുണ്ട്. വൈകാതെ ദൗത്യത്തിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുമ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. സൂര്യന്റെ താപവ്യതിയാനവും കാന്തിക മണ്ഡലവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സൗരയുദ്ധത്തിന്റെ ഊർജ കേന്ദ്രമായ സൂര്യനെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ലഗ്രാഞ്ച് പോയിന്റ് 1 ആദിത്യ L1 എത്തി എന്നതാണ് ഈ ദൗത്യത്തിന്റെ സവിശേഷത. കൊറോണൽ ഹീറ്റിംഗ്, കൊറോണൽ മാസ് ഇജക്ഷൻ, ബഹിരാകാശ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ തുടങ്ങിയവയാകും ആദിത്യ പഠന വിധേയമാക്കുകയെന്ന് ISRO മിഷൻ രേഖയിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നത് ആദിത്യ 1 എന്ന പേരിലായിരുന്നു. ഒറ്റ പേലോഡ് മാത്രമുള്ള ദൗത്യമായാണ് ഇത് വിഭാവനം ചെയ്തത്. എന്നാൽ L1 പോയിന്റിൽ ചെന്ന് നിരീക്ഷിക്കുന്നതാണ് ശാസ്ത്രീയമായി കൂടുതൽ ഫലപ്രദമെന്ന് ബോധ്യപ്പെട്ടതോടെ ആദിത്യ L1 ആവിഷ്കരിക്കുകയായിരുന്നു. മുമ്പ് അമേരിക്കയെയും റഷ്യയുമൊക്കെ തങ്ങളുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായി സമീപിച്ചിരുന്നതെങ്കിൽ പല വമ്പന്മാരും ഇന്ന് തുടർച്ചയായുള്ള ദൗത്യ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ഒപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത്.